തിരുവനന്തപുരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന മനസ്സുള്ള സമൂഹമാണുള്ളത്. വർഷങ്ങളായി തന്നെ അത്തരത്തിലൊരു അടിത്തറയുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ലഭിച്ചിരിക്കുന്ന പ്രദേശം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയാണ്. ആനുപാതികമായിട്ട് തിരുവനന്തപുരത്ത് ഗ്രാമീണ മണ്ഡലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു MP എന്നുള്ള നിലയ്ക്ക് UDFനാണ് കഴിഞ്ഞ 3 തവണയായിട്ട് ഈ മണ്ഡലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UDFൻ്റെ MPയും UDFും കഴിഞ്ഞ 15 വർഷം തിരുവനന്തപുരം പാർലമെൻറ്റിൽ എന്ത് ചെയ്യുകയായിരുന്നു? ശേഷം ഭരണത്തിൽ വന്ന CPM ഒരുപാട് കോർപ്പറേഷനിൽ പലതരത്തിലുള്ള അനധികൃതമായ ഇടപെടൽ നടത്തി, പലതരത്തിലുള്ള പാർട്ടി തന്നെ നേരിട്ട് നിയമനങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് വന്നു. പാർട്ടി കത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ ഉണ്ടാകുന്നു. ഇത്രത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് ഉദാരമായിട്ട് സീറ്റുകൾ CPMന് ദാനം ചെയ്ത് ഒരിടത്തുണ്ടായിട്ടില്ല. തിരുവനന്തപുരം പോലുള്ള ഒരു വലിയൊരു സിറ്റി, ഈ സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ഒരു ഭരണം നടക്കുന്ന സമയത്ത് ഇതൊരു സ്റ്റേറ്റ് ലെവൽ തന്നെ ഉയർത്തി കാണിക്കേണ്ട ഒരു സംഭവമാണെന്ന് പറയാം. ഒരു ഗവൺമെൻറ് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥ സംവിധാനത്തെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ വേണ്ടി ഒരു ഗവൺമെൻറ് പണം ഉപയോഗിച്ചുകൊണ്ട് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറ്റുന്നത്? കേരളം ഏറ്റവും സാമ്പത്തികമായി ഏറ്റവും മോശാവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വലിയ തോതിലുള്ള ആഘോഷയാത്ര നടത്തുന്നത്. വലിയ തേരിലേറിയുള്ള ഒരു ആഘോഷയാത്ര നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയ ഒരവസ്ഥ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഇവിടുത്തെ 3 തവണയായിട്ട് ഇവിടെ MP ആയിരിക്കുന്ന ആൾ ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ നേരിടുക എന്നുള്ളത് സാധാരണ മറ്റ് സ്ഥാനാർത്ഥികളെ നേരിടുന്ന പോലെയുള്ളൊരു രീതിയിൽ നേരിടാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അല്ലാത്ത തന്നെ പലതരത്തിലുള്ള വോട്ടുകൾ യുവാക്കളെ ഭയങ്കരമായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ ഏത് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവാക്കളുടെ വോട്ട് അങ്ങനെ ഒഴുകുകയാണെന്ന് പറയുന്നത്? ഏത് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ? നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് BJPയുടെ യുവ നേതൃത്വങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ നേതാവും BJPയുടെ ജില്ലാ പ്രസിഡന്റും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും സർവോപരി പൊതുകാര്യ പ്രസക്തനുമായ ശ്രീ VV രാജേഷാണ്. നമസ്കാരം. തിരുവനന്തപുരം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. ഇപ്പം നമ്മൾ തൃശ്ശൂർ ആണ് എല്ലാ മാധ്യമങ്ങളും ഒക്കെ കൂടുതൽ BJPക്ക് സാധ്യത കൽപ്പിക്കുന്നത് പോലും തിരുവനന്തപുരം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ BJP എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വരാനിരിക്കുന്ന ഇലക്ഷനിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്? തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെ ഇതുപോലെയോ ഇതിനേക്കാളോ പ്രാധാന്യമർഹിക്കുന്ന മറ്റ് പല മണ്ഡലങ്ങളും കേരളത്തിലുണ്ട്. അപ്പോൾ 1-2 മണ്ഡലങ്ങളിലേക്ക് സാധ്യതകൾ എന്ന് പറയുന്നത് തന്നെ മാധ്യമങ്ങളുടെ ഒരു തെറ്റായ സന്ദേശം മാധ്യമങ്ങൾ സമൂഹത്തിന് നൽകുന്നതിന് തുല്യമായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ലഭിച്ച ഏറെക്കുറെ അതേ വോട്ട് തന്നെയാണ് പത്തനംതിട്ട ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ ലഭിച്ച ഏറെക്കുറെ അത്രത്തോളം വോട്ട്, അതിനേക്കാൾ ചെറിയൊരു കുറവ് വോട്ട് മാത്രമേ ആറ്റിങ്ങൽ സംഭവിച്ചുള്ളൂ. പാലക്കാട് നല്ല മുന്നേറ്റമുണ്ട്. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് മുന്നേറുന്ന 2 മണ്ഡലങ്ങളാണ് പാർട്ടി പ്രവർത്തനത്തിലും പൊതുസമൂഹത്തിലെ സ്വീകാര്യതയിലും മുന്നേറുന്നത്. ഒന്ന് ആലപ്പുഴയും കൊല്ലവും. മലബാർ മേഖലയിലാണെന്നുണ്ടെങ്കിൽ കാസർഗോഡിനൊപ്പം തന്നെ കോഴിക്കോട് പോലുള്ള മണ്ഡലങ്ങളിലും BJP വളരെ വലിയ മുന്നേറ്റമാണ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുള്ള ചില മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും 2.5 ലക്ഷം 3 ലക്ഷം വോട്ട് നേടാൻ കണക്കിന് ഉള്ള അവസ്ഥ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്ന വിലയിരുത്തുന്ന മണ്ഡലങ്ങൾക്ക് പുറമേ മറ്റു പല മണ്ഡലങ്ങളിലും BJPക്ക് ജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങ് ചോദിച്ച തിരുവനന്തപുരത്ത് എന്താണ് പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വോട്ട് ചെയ്യുന്ന മനസ്സുള്ള സമൂഹമാണുള്ളത്. വർഷങ്ങളായി തന്നെ അത്തരത്തിലൊരു അടിത്തറയുണ്ട്. ഇവിടെ 4 മണ്ഡലങ്ങൾ നഗരപരിധിയിലും 3 മണ്ഡലങ്ങൾ ഗ്രാമീണ മേഖലയിലുമാണ്. അതിൽ 2 മണ്ഡലങ്ങൾ തമിഴ്നാടുമായിട്ട് അതിർത്തി ഷെയർ ചെയ്യുന്ന മണ്ഡലങ്ങളാണ്. പാറശാലയും അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയും. ഈ 2 മണ്ഡലങ്ങൾ തമിഴ്നാടുമായിട്ട് അതിർത്തി ഷെയർ ചെയ്യുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ നഗരമേഖലയിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുപോലെ കോർപ്പറേഷനിൽ ഭരിക്കുന്നത് LDF ആണെങ്കിലും കോർപ്പറേഷനിലെ ഇപ്പോൾ ഭരണത്തിലൊരു കറക്റ്റീവ് ഫോഴ്സ് എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് BJPയുടെ നേതൃത്വത്തിൽ NDA മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ
അവിടെ അജണ്ട സെറ്റ് ചെയ്യുന്നത് ഏറെക്കുറെ അഴിമതിക്കെതിരായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്യുന്നത് BJP ആണെന്ന് തന്നെ പൊതുസമൂഹത്തിന് ബോധ്യമാണ്. നഗരത്തിലെ 4 അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾ നേരത്തെ രാജേട്ടൻ മത്സരിച്ചപ്പോഴേക്കും ലീഡ് ചെയ്ത പശ്ചാത്തലവുമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് 10 വർഷം പിന്നിടുമ്പോഴേക്കും സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വോട്ട് കുറയുന്നത് ഗ്രാമീണ മേഖലയിലെ മണ്ഡലങ്ങളിലാണ്. എന്നാൽ അത്ഭുതകരമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ലഭിച്ചിരിക്കുന്ന പ്രദേശം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയാണ്. ആനുപാതികമായിട്ട് തിരുവനന്തപുരത്തെ ഗ്രാമീണ മണ്ഡലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്, അവിടുത്തെ ഒരു കോളനിയിൽ ഇന്ന് വരെ കുടിവെള്ളം എത്തിയിട്ടില്ല. ജൽജീവൻ മിഷൻ പദ്ധതി വഴി 100% വീടുകളിലും കുടിവെള്ളം എത്തി. അതുപോലെ ഓരോ ഗ്രാമങ്ങളിലും പോയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ള ആൾക്കാരോട് കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 70-80% ആൾക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ കൂടുതൽ പ്രചരണ വിഷയമാകുന്നതോടുകൂടി ഞങ്ങളുടെ ജയസാധ്യത നന്നായിട്ട് വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു MP എന്നുള്ള നിലയ്ക്ക് UDFനാണ് കഴിഞ്ഞ 3 തവണയായിട്ട് ഈ മണ്ഡലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UDF എന്താണ് കഴിഞ്ഞ 15 വർഷം ഇന്ത്യ ഏറ്റവും മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ UDFൻ്റെ MPയും UDFും കഴിഞ്ഞ 15 വർഷം തിരുവനന്തപുരം പാർലമെൻറ്റിൽ എന്ത് ചെയ്യുകയായിരുന്നു? അവർ ഭരണത്തിലിരുന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ജയിച്ച MP കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട്. അവർ പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ ഭരണപക്ഷത്തിരുന്നപ്പോഴും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും അമ്പേ പരാജയമെന്ന് തെളിയിച്ച പ്രസ്ഥാനമാണ് UDF. തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴേക്കും BJPക്ക് നല്ലൊരു സാധ്യത തന്നെയാണ് ഇങ്ങോട്ട് കാണുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ 3 തവണയായിട്ട് ഇവിടെ MP ആയിരിക്കുന്ന ആൾ ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ നേരിടുക എന്നുള്ളത് സാധാരണ മറ്റ് സ്ഥാനാർത്ഥികളെ നേരിടുന്ന പോലെയുള്ളൊരു രീതിയിൽ നേരിടാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അല്ലാത്ത തന്നെ പലതരത്തിലുള്ള വോട്ടുകൾ യുവാക്കളെ ഭയങ്കരമായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. എന്തൊക്കെ അദ്ദേഹത്തിന് പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്കാർക്കും അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അപ്പം അത്തരത്തിൽ അദ്ദേഹത്തെ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയനായ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ശശി തരൂരിനെ നേരിടുന്നതിൽ ചില വീഴ്ചകൾ BJPയുടെ ഭാഗത്തു നിന്ന് കാലാകാലമായി സംഭവിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ താങ്കൾ ഏത് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യുവാക്കളുടെ വോട്ട് അങ്ങനെ ഒഴുകുകയാണെന്ന് പറയുന്നത്? ഏത് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ സ്വാഭാവികമല്ല ചോദിച്ചത്, ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസറാണ് ചോദിക്കുന്നത്. താങ്കൾ ഏത് മാനദണ്ഡത്തിന്റെ ഏത് തെരഞ്ഞെടുപ്പ് വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവജനതയുടെ വോട്ട് അങ്ങനെ വ്യാപകമായിട്ട് ലഭിക്കുന്നു എന്ന് പറയുന്നത്? വ്യാപകമായി ലഭിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ പലതവണയായിട്ട് LDF ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ശശി തരൂരിന്റെ വരവോടുകൂടിയാണ് ഇവിടത്തെ വോട്ടിംഗ് ശതമാനത്തിൽ UDFന് വലിയ വിധത്തിലുള്ള മാറ്റം ഉണ്ടായിരിക്കും. എന്റെ ചോദ്യം അതല്ല. അങ്ങനെയാണെങ്കിൽ 2014 വോട്ടിന്റെ ഭൂരിപക്ഷമല്ലേ കിട്ടിയിട്ടുള്ളൂ? എന്റെ പോയിന്റ് താങ്കൾ ആദ്യം പറഞ്ഞ ചോദ്യമാണ്. ഏത് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യുവജനതയുടെ വോട്ട് കൂടുതലായിട്ട് അവിടെ? യുവജനതയുടെ സ്വീകാര്യത ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയില്ല. ഞാൻ തള്ളി പറഞ്ഞില്ല. ഞാൻ ചോദിച്ച താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. യുവാക്കളുടെ വോട്ട് ഏത് വിലയിരുത്തൽ? യുവാക്കൾക്കിടയിലെ സ്വീകാര്യത യുവാക്കളുടെ നമുക്കറിയാം 60% വോട്ട് യുവാക്കളാണല്ലോ. അതല്ല സുഹൃത്തെ, എന്റെ സംശയം താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ നിന്നുള്ള സംശയമാണ്. ഏത് വിലയിരുത്തൽ? സ്വീകാര്യതയും വോട്ടും 2-2 ആണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാത്തത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, സ്വീകാര്യതയും വോട്ടും 2-2 ആണ്. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ഒരു ചോദ്യത്തിൽ നിന്ന് എനിക്കുണ്ടായ സംശയമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏത് 3 തെരഞ്ഞെടുപ്പിലാണ് ഇവിടെ ഈ പറയുന്ന MP ജയിച്ചിട്ടുള്ളത്? ഇതിൽ ഏത് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യുവാക്കളുടെ വോട്ട് വ്യാപകമായിട്ട് അങ്ങനെ ലഭിക്കുന്നു എന്ന് പറയുന്നത്? യുവാക്കളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ഏത് നിയോജകമണ്ഡലത്തിൽ? ഞാൻ കുറച്ചുകൂടെ താഴേക്ക് വരാം. 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഏത് അസംബ്ലി മണ്ഡലത്തിൽ ലഭിച്ച അഭൂതപൂർവമായ യുവജനതയുടെ പിന്തുണയാണ് അങ്ങ് ഈ ചോദ്യത്തിന് മാനദണ്ഡമാക്കിയിട്ടുള്ളത്? അഭൂതപൂർവമായ സ്വീകാര്യത എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പക്ഷേ സ്വീകാര്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം, ഞാൻ ആ വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാൻ ആ വാക്കേ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഉദാഹരണം ഞാൻ ഇനി കുറച്ചുകൂടെ താങ്കൾക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ബേസിൽ ചോദിക്കുമ്പോഴേ അങ്ങേക്ക് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് പറയുകയാണ്. ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്, വിദ്യാസമ്പന്നരായ മണ്ഡലം യുവാക്കളുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. ടെക്നോ പാർക്ക് IT മേഖല വരുന്നത്.
മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ MBBS സ്റ്റുഡൻസ് അവർക്ക് എല്ലാവർക്കും വോട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ടെക്നോ പാർക്കിലും അങ്ങനെ ടെക്നോ പാർക്ക് ഉണ്ടല്ലോ, അല്ല ടെക്നോ പാർക്കിൽ എല്ലാവർക്കും വോട്ടുണ്ടാവണമെന്നില്ലല്ലോ. ടെക്നോ പാർക്കിൽ വോട്ടുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരുണ്ട്. അല്ല, ടെക്നോ പാർക്കിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും അവരുടെ സെറ്റിൽഡാണ്, ഫ്ലാറ്റ് വാങ്ങിയൊക്കെ സെറ്റിൽഡാണ് അവർ വോട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാൽ MBBS പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും വോട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. പിന്നെ മറ്റൊന്ന്, അത്തരത്തിൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ കൂടുതലുള്ള ഒരു മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് എന്നാണ് പേരെങ്കിലും നഗരഹൃദയത്തിലാണ് ആ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ഗ്രാമീണ മേഖലകൾ പോയ വെള്ളയമ്പലം, ശാസ്തമംഗലം, അതുപോലെ തന്നെ അമ്പലമുക്ക്, പേരൂർക്കട, ഇതൊക്കെ തന്നെ PTP, ഇതൊക്കെ തന്നെ നഗരഹൃദയത്തിലുള്ള സ്ഥലമാണ്. മൂന്നാമതായിട്ട് നഗരത്തിലുള്ള മണ്ഡലങ്ങളിൽ ഒന്നും നേമമാണ്. നേമമണ്ഡലത്തിൻ്റെ ഒരു 3, 4, 5 പോയിന്റുകളൊക്കെ തന്നെ ഇപ്പോൾ പൂജപ്പുര, കരമന, ഇതൊക്കെ തന്നെ നഗരത്തിലാണ്. നാലാമതൊരു മണ്ഡലം സിറ്റി എന്ന് തിരുവനന്തപുരം മണ്ഡലമാണ്. ഈ 4 മണ്ഡലത്തിലും ഈ പറയുന്ന വിഭാഗത്തിൻ്റെ വോട്ട് വളരെ വലിയ തോതിൽ ലഭിച്ചു എന്നുണ്ടെങ്കിൽ വലിയ ലീഡ് വരണം. കഴിഞ്ഞ 1,00,000 വോട്ട് UDFന് ലീഡ് വന്ന സമയത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കിട്ടിയിരിക്കുന്ന ലീഡ് 3000-ന് അടുപ്പിച്ചാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ കിട്ടിയിരിക്കുന്ന ലീഡ് 2800-നും 3000-നും താഴെയാണ്. നേമമണ്ഡലത്തിൽ UDF 18,000 വോട്ടിന് പുറകിൽ പോയി. UDFന് അങ്ങനെ ഒരു ലീഡ് കിട്ടിയിരിക്കുന്ന ഒരൊറ്റ മണ്ഡലം സിറ്റി കോർപ്പറേഷനിൽ നിന്നും തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ലീഡ് ലഭിച്ചിരിക്കുന്ന ബൂത്ത് ഒരു 15,000-14,000 വോട്ടിൻ്റെ ലീഡുണ്ട്. അത് ലഭിച്ചിരിക്കുന്ന ബൂത്തുകളെല്ലാം കോസ്റ്റൽ മേഖലയിലാണ്. ബാക്കി ഒരു 25,000-30,000 ഇടയ്ക്കുള്ള ലീഡ് ലഭിച്ചിരിക്കുന്ന ഒരു മണ്ഡലം കോവളമാണ്, നെയ്യാറ്റിൻകരയാണ്, പാറശാലയാണ്. അവിടെയൊക്കെ ലീഡ് ലഭിച്ചിരിക്കുന്ന ബൂത്തുകൾ ന്യൂനപക്ഷ കേന്ദ്രീകൃത ബൂത്തുകളാണ്. അപ്പോൾ ഈ പറഞ്ഞു പരത്തുന്ന സ്വീകാര്യതയെല്ലാം മറിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ BJPക്കെതിരായിട്ട് പോൾ ചെയ്യപ്പെടുന്ന സമയത്താണ് ഈ പറയുന്ന ലീഡ് ഉണ്ടാകുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം, ഈ ഒരു കാട് കാണുന്ന രീതിയിൽ മരം കാണാതെ ചില മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ല വസ്തുത എന്ന് തെളിയിക്കാനാണ്. ഇനി അങ്ങനെ നല്ല രീതിയിൽ ഇപ്പോൾ 99,000 സംതിങ് വോട്ടിൻ്റെ ലീഡ് ലഭിച്ചിട്ടുണ്ട്, അത് വസ്തു തന്നെയാണ്, ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ 15 വർഷമായി അത്രത്തോളം ലീഡ് കൊടുക്കുന്ന ആ മേഖലയ്ക്ക് വേണ്ടി 15 വർഷം ആ പൊതുപ്രവർത്തകൻ എന്ത് വികസന കാര്യമാണ് ചെയ്തിട്ടുള്ളത്? ഈ മേഖല, പ്രത്യേകിച്ചും കോസ്റ്റൽ മേഖലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഓഖി വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒരു ദിവസം അവർക്കൊരാശ്വാസം പകർന്ന് ഗവൺമെൻറ് കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യാം, വ്യക്തിപരമായിട്ട് ചെയ്യാം. ഒരു പൊതുപ്രവർത്തകർ എത്രയോ പേരുടെ എന്തൊക്കെ കോവിഡ് സമയത്ത് കിറ്റ് കൊടുത്തു, ഓഖി സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിലും അപ്പുറം, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിലും അപ്പുറം എന്ത് കാര്യത്തിൽ ഈ 15 വർഷം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ UDFൻ്റെ MP കേന്ദ്രമന്ത്രിയായിരുന്നു, MP മാത്രമായിരുന്നു, UPA കോൺഗ്രസ് ഭരിച്ചിരുന്നു, അദ്ദേഹം പ്രതിപക്ഷത്തിൽ നിന്ന് MP ആയിരുന്നു. ഏതെങ്കിലും സമയത്തുള്ള ഇടപെടൽ കാരണം ഈ കോസ്റ്റൽ മേഖലയിൽ നല്ല രീതിയിൽ UDFന് ഭൂരിപക്ഷം കിട്ടുന്ന ഈ ബൂത്ത് വരുന്ന പ്രദേശത്ത് സാധാരണക്കാരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇടപെടൽ വരുത്തിയിട്ടുണ്ടാവോ? ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ജനങ്ങളൊക്കെ അത് ചിന്തിക്കില്ലേ? അത് ചിന്തിക്കില്ലേ? അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട്. അത് പ്രതിപക്ഷ MPമാരൊക്കെ തന്നെ പലരും, ഇപ്പോൾ തമിഴ്നാട് BJPക്ക് MPമാരുടെ എണ്ണം കുറവാണ്, എന്നാൽ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ MPമാർ പലരും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒറീസയിൽ, ഈവൻ പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ, ഞാൻ മനസ്സിലാക്കുന്ന പശ്ചിമ ബംഗാളിലെ തൃണമൂലിൻ്റെ MPമാർ ഉൾപ്പെടെ കടലോര മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നിട്ട് നിന്നിട്ടുണ്ട്. ഇവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉൾപ്പെടെ പോയിട്ട് പൊഴിയൂർ ഭാഗത്ത്, അതായത് കുളത്തൂർ പഞ്ചായത്തിൽ തമിഴ്നാടുമായി അതിർത്തി ഷെയർ ചെയ്യുന്ന പഞ്ചായത്തിൽ പോയി അവിടുത്തെ ലത്തീൻ ക്രൈസ്തവ ആരാധനാലയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ, വലയുണ്ടാക്കുന്ന വീട്ടമ്മമാരെ കഴിഞ്ഞ ആഴ്ച PM വിശ്വകർമ്മ പദ്ധതിയിൽ ചേർത്തു. അവർക്ക് ബ്ലൈഡ് പലിശയ്ക്ക് വാങ്ങി വലയുണ്ടാക്കി അവർക്ക് ഒരു ലാഭവും കിട്ടാതെ ബ്ലൈഡുകാർക്ക് പലിശ കൊടുക്കാൻ മാത്രം ചെയ്തുകൊണ്ടിരുന്ന 100 കണക്കിന് അമ്മമാർക്ക് 4% പലിശയിൽ ഒരു ഈടുമില്ലാതെ 1 ലക്ഷം രൂപ ലോൺ കിട്ടാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ. 15 വർഷമായിട്ട് ഇത് പദ്ധതി സെപ്റ്റംബർ 17 നടപ്പിലാക്കിയിട്ട് ഞങ്ങൾ ഡിസംബറിൽ അവരെ എൻറോൾ ചെയ്യിച്ചു. BJPക്ക് വോട്ട് കൂടുതൽ ഇടുന്ന സ്ഥലമല്ല. BJPക്ക് ഒരു 100-ൽ താഴെ 50-ൽ താഴെ വോട്ടേ ആ ബൂത്തിൽ നിന്ന് കിട്ടാറുള്ളൂ. UDFന് 450 വോട്ട് കിട്ടുന്ന ബൂത്താണത്. ഞങ്ങൾ ചേർത്തു. അപ്പോൾ 15 വർഷമായിട്ട് എന്താണ് ചെയ്തത്? സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ, ജനങ്ങൾ ചിന്തിക്കില്ലേ? അപ്പം ചിന്തിക്കുമ്പോഴേക്കും ജനങ്ങൾ വിധി എഴുതട്ടെ.
തീർച്ചയായും താങ്കൾ പറയുന്നത് കറക്റ്റാണ്. കാരണം BJPൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പുള്ളി നിങ്ങൾ കുറച്ചുകൂടി ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധങ്ങളുള്ള ആളാണ് താങ്കൾ എന്നുള്ള യാതൊരു സംശയമില്ല. എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. BJPയുടെ പിന്നെ തൃശ്ശൂരിലും അതുപോലെ തന്നെ BJPക്ക് ജയസാധ്യതയുള്ള തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോഴും ഈ ശശി തരൂരിനെ നേരിടാൻ ശക്തിയുള്ള ഒരാളിനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കാണിക്കാത്തതെന്നുള്ള എൻ്റെ ഒരു ചോദ്യമുള്ളൂ. ഞാൻ പറയാം. അതായത് BJPയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സിസ്റ്റമുണ്ട്. ഇപ്പം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുള്ളവർ പാർട്ടിയുടെ ജില്ലാ കോർ കമ്മിറ്റിക്ക് തീരുമാനിക്കാം. അത് കഴിഞ്ഞാൽ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ജില്ലാ കമ്മിറ്റി സജസ്റ്റ് ചെയ്യുകയും സംസ്ഥാന കോർ കമ്മിറ്റി അപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അസംബ്ലി സ്ഥാനാർത്ഥി, പാർലമെൻറ്റ് സ്ഥാനാർത്ഥി എല്ലാം തന്നെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡാണ് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ നല്ല രീതിയിൽ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അധികാരപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ, പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, പ്രധാനമന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന പാർലമെൻ്ററി ബോർഡ്, അവരാണ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് 70-75 സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങളിൽ വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അപ്പോൾ അവർക്കറിയാം, പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നല്ല രീതിയിൽ അറിയാം ഇന്ത്യയിലെ ഓരോ മണ്ഡലത്തെക്കുറിച്ചും, ഏത് സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണം, എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. ഞങ്ങൾക്കിപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പാർട്ടി അസൈൻ ചെയ്ത് ആ പ്രവർത്തനം ചെയ്ത് ഞങ്ങൾ ചിട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി കൃത്യസമയത്ത് വരും. ഏതൊക്കെ മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ഥാനാർത്ഥികളാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് നേതൃത്വത്തിനുണ്ട്. അത് മാധ്യമങ്ങളോട് പറയേണ്ട സമയത്ത് മാത്രമേ പറയും. പറയേണ്ടതില്ലെന്നുള്ള അഭിപ്രായം അല്ല ഞാൻ പറയുന്നത്. മാധ്യമങ്ങളോട് പറയേണ്ട സമയത്ത് അറിയിക്കും. അല്ല, ഞാൻ ചോദിക്കാനുള്ള ചോദ്യം കാരണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നേരത്തെ തന്നെ ഈ സുരേഷ് ഗോപി തിരുവനന്തപുരംകാരനാണല്ലോ. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തൊക്കെ മത്സരിക്കാൻ അദ്ദേഹത്തിന് സാധ്യതയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്തല്ല, തൃശ്ശൂരിൽ പോയി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്കുകൾ അവിടെ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു കഴിഞ്ഞാൽ പരമാവധി ആ മണ്ഡലം തന്നെ പരിപാലിച്ച് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അവിടെ നിന്ന് തന്നെ വിജയിക്കാൻ ശ്രമിക്കണം എന്നുള്ള നിലപാടാണ് ജനറലായിട്ട് പാർട്ടിക്കുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും. അപ്പോൾ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ മത്സരിച്ചു. അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവിടെയാണ് മത്സരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ആ മണ്ഡലം നന്നായിട്ട് നല്ലവണ്ണം പരിപാലിച്ചു വരികയാണ്. ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാനായിട്ട് ഉള്ള ഒരു താല്പര്യവും അദ്ദേഹം ഒരു പൊതുയോഗ പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി ഒരിടത്തും പ്രഖ്യാപിച്ചിട്ടില്ല. തൃശ്ശൂർ ഉൾപ്പെടെ ഒരിടത്തും സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് പാർട്ടിയുടെ പാർലമെൻറ്റ് ബോർഡ് കൂടിയിട്ടാണ്. എന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഏറ്റവും നല്ല വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. ഏറ്റവും നല്ല വിജയസാധ്യത അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത, അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഷൂട്ടിങ്ങിനുള്ള സമയം കഴിഞ്ഞ് ബാക്കി പരമാവധി സമയം ഇത്രയും വിലയേറിയൊരു താരം അവിടെ ചെലവഴിച്ച് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയ്ക്ക് മാറ്റുകൂട്ടുന്നത്. അല്ല, അദ്ദേഹത്തെക്കുറിച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ ഈ കരുവണ്ണൂർ സഹകരണ ബാങ്കിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ED ഇറക്കിയത് സുരേഷ് ഗോപിക്ക് അവിടെ കളമൊരുക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ലേ, CPMൻ്റെ ആരോപണങ്ങൾക്ക് നമുക്ക് ചർച്ച ചെയ്ത് വെറുതെ എന്തിനാ സമയം കളയുന്നത്? ഈ അഴിമതി കാണിച്ചല്ല, അഴിമതി ക്രമക്കേടും കാണിച്ച് EDക്ക് പരാതി പോയാൽ ED വരും. ഇന്ത്യയിൽ മുഴുവൻ സ്ഥലത്തും ED വന്നത്. ഇവിടെ ഇപ്പം കണ്ടല ബാങ്കിൽ ED വന്നില്ല. വരും. അത് അഴിമതി കാണിക്കായിരുന്നു, അത് വരില്ല. അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാജ്യത്തെ അന്വേഷണ ഏജൻസി, നിയമ സംവിധാനമൊക്കെ പിന്നെന്താ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇരുന്ന പോലെ വെറുതെ ഇരിക്കാനാണ്? അവർ സ്വാഭാവികമായിട്ടും വരും. അതവിടെ വെക്കട്ടെ. നമ്മൾ ഈ നിയമത്ത് ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് BJPക്ക് ഒരു MLA ഉണ്ടായ സ്ഥലമാണ്. പക്ഷേ രണ്ടാമത്തെ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു? വോട്ട് കുറഞ്ഞു, തോറ്റു. എന്താ സംഭവിച്ചത്? പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെയൊക്കെ വോട്ട് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പരസ്യമായിട്ട് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ MLA പരാജയപ്പെടണം എന്നുള്ള ഒരു സാഹചര്യം മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ളവർ വ്യാപകമായിട്ട് CPM നോട്ട് ചെയ്തു. CPM നോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു 3000 വോട്ടിന് കുറവ് വന്നു. ഈ നമ്മുടെ രാജേട്ടൻ തന്നെ രാജഗോപാൽ കഴിഞ്ഞ MLA ആയിരുന്ന രാജഗോപാൽ പറഞ്ഞത് ഇദ്ദേഹത്തിന് കുറച്ചും കൂടി വർഗീയ നിറം ഉണ്ടായതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിഷ്പക്ഷ വോട്ടുകൾ കുമ്മനത്തിന് അനുകൂലമായി ലഭിക്കാതെ പോയതാണ്. എന്താണ് അങ്ങനെ ഒരു അഭിപ്രായത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ആ ചോദ്യമൊക്കെ താങ്കളും കേട്ടതാണ്, ഞാനും കേട്ടതാണ്. അതിൻ്റെ ഉത്തരവൊക്കെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ. അല്ല, അതിനെ വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ചോദിച്ചാൽ മതി. എന്തായാലും ശരി, എന്നോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്നോട് ചോദിക്കുക. അതിൻ്റെ ഉത്തരവൊക്കെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ നിയമം തിരിച്ചു പിടിക്കാൻ പറ്റുമോ രാജേഷ്? വരട്ടെ, ഞങ്ങൾ പാർലമെന്റിൽ ജയിക്കാനുള്ള പരിശ്രമത്തിലാണ്. അതെ, ഇനി അധികാരമില്ല. നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വളരെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ. ബാക്കിയൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണ്. ഇപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഭരണം പിടിക്കുമെന്ന് BJP പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള വലിയ ചിട്ടയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭരണം പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഭരണത്തിൽ വന്ന CPM ഒരുപാട് കോർപ്പറേഷനിൽ പലതരത്തിലുള്ള അനധികൃതമായ ഇടപെടൽ നടത്തി, പലതരത്തിലുള്ള പാർട്ടി തന്നെ നേരിട്ട് നിയമനങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് വന്നു. പാർട്ടി കത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ ഉണ്ടാകുന്നു. വലിയ സമരങ്ങളൊക്കെ ഉണ്ടായി. എവിടെ വെച്ചാണ് അത് കോംപ്രമൈസ് ചെയ്തത്? അത് താങ്കൾ ഈ വാക്കുപയോഗിക്കുന്നത് ഏത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്താണെന്ന് എനിക്കറിയില്ല. അതായത് ഒന്ന്, ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞത് ഭരണത്തിലെത്താൻ സാധിച്ചില്ല. പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് 25 സീറ്റുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സീറ്റ് 10 കുറഞ്ഞു. ഇത്രത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് ഉദാരമായിട്ട് സീറ്റുകൾ CPMന് ദാനം ചെയ്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് 25 നിന്നും 10 ചുരുങ്ങിക്കൊണ്ട് പരമ്പരാഗതമായി കോൺഗ്രസ് ജയിക്കുന്ന കിണവൂര്, നന്തങ്കോട്, അതുപോലെ തന്നെ ഇതൊക്കെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. നന്തങ്കോട്, നമ്മളെ കോസ്റ്റൽ മേഖലയിലെ സീറ്റുകളൊക്കെ തന്നെ CPMന് വെള്ളിത്തളികയിൽ വെച്ച് ദാനം ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സീറ്റ് 10 ചുരുങ്ങിയപ്പോൾ CPMന് ഒരു 8 സീറ്റ് കൂടെ കൂടുതൽ കിട്ടിയത് LDFന്. പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉൾപ്പെടെയുള്ള നിരവധി, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-100 നേതാക്കന്മാരെങ്കിലും, MLA-മാർ, മന്ത്രിമാർ, മുൻ MP-മാരൊക്കെ തന്നെ ആളും അർത്ഥവും സഹിതം ഇറങ്ങി നിന്ന് LDFന് വേണ്ടി പ്രവർത്തിച്ചു. ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കാൻ വേണ്ടി കൂട്ടുതന്നു. കോവിഡിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരുപാട് വോട്ട്, കവടിയാർ വാർഡിലൊക്കെ ഒരൊറ്റ വോട്ട്, ഞങ്ങളുടെ ആ കോവിഡ് സമയത്ത് കോവിഡ് പിടിച്ചൊരു രോഗി വോട്ടിട്ട് കൊടുത്ത കവർ മാറിപ്പോയി. കാരണം കോവിഡ് പിടിച്ച് വീട്ടിൽ ശ്വാസം തടസ്സമായിട്ട് കിടക്കുന്ന ഒരാൾ വോട്ട് ചെയ്തിട്ടൊരു കവർ മാറിപ്പോയി. ആ ഉദ്യോഗസ്ഥൻ ബോധപൂർവ്വം മാറ്റിയതാണ്. ഈ രോഗിക്ക് ഈ സമയത്ത് ജനലിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അറിയില്ല. ഉദ്യോഗസ്ഥ സാനിറ്റൈസറൊക്കെ കയ്യിൽ വെച്ചതിന് ശേഷം കവർ മാറ്റിവിട്ട് ബോധപൂർവ്വം. ആ ഒരൊറ്റ വോട്ടിലാണ് ഞങ്ങൾ കവടിയാർ വാർഡ് തോറ്റത്. ഒറ്റ വോട്ടിൽ. ഇതുപോലെ ഇലക്ഷൻ ടെസ്റ്റ് നടക്കുകയാണ്. ഇതുപോലുള്ള വളഞ്ഞ വഴികളിലൂടെ അവർക്ക് അധികാരം കോർപ്പറേഷനിൽ നേടാൻ സാധിച്ചു. പക്ഷേ കഴിഞ്ഞ 40-45 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് LDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം, CPM നേതൃത്വത്തിലുള്ള ഭരണം മാറ്റിക്കഴിഞ്ഞു. ഇന്ത്യയുടെ എല്ലാ പട്ടണങ്ങളും വികസനത്തിലേക്ക് കുതിച്ചു വരികയാണ്. മാലിന്യ പ്രശ്നം പോലും 40 വർഷമായിട്ട് ഇവർക്ക് ഒരിഞ്ച് മുമ്പോട്ട് സാധിച്ചില്ല. തെരുവ് നായ്ക്കളുടെ കാരണം ഇറങ്ങിയടക്കാൻ നിവർത്തിയില്ല. കന്യമാസമൊക്കെ ആയി കഴിഞ്ഞാൽ മനുഷ്യന് വീട്ടിലും ജീവിക്കാൻ പറ്റില്ല, പുറത്തും ജീവിക്കാൻ പറ്റില്ല. ചെരുപ്പ് കടകളിലൊക്കെ ഭയങ്കര തിരക്കാണ്. കാരണം പുറത്ത് ചെരുപ്പിടുന്ന സകല വീട്ടിലും പിറ്റേന്ന് രാവിലെ അവിടുത്തെ തെരുവ് നായ്ക്കളാണ് ഈ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത്. ഈ ഒരവസ്ഥയായിട്ടുള്ളൂ. വസ്ത്രം പുറത്ത് വിരിക്കാൻ നിവർത്തിയില്ല. ഇത്രയും ഗതികെട്ടൊരു കോർപ്പറേഷൻ 21 വയസ്സിൻ്റെ കൗതുകം കാണിച്ചതാണ്. ലോകത്ത് ആദ്യമായിട്ട് ഞങ്ങൾ അത്ഭുതം സൃഷ്ടിക്കുന്നു. പണ്ടൊക്കെ 2-3 ആഴ്ചയൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ കണ്ണമ്മൂല, പട്ടം പ്രദേശത്തൊക്കെ വെള്ളം കയറുന്നത്. ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുമായിരുന്നു. ഇപ്പം ഒരു രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ പട്ടം, കണ്ണമ്മൂല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നു. ഇത് വരാൻ പോകുന്ന അപകടം അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ വളരെ വ്യാപകമാവുകയാണ്. ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും പൈസ കൊടുത്തിട്ട് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ വ്യാപകമാവുന്നു. പല സ്ഥലങ്ങളിലും അഴുക്ക് വെള്ളം ഒളിച്ചു പോകേണ്ട ഓടകൾ കെട്ടിയടയ്ക്കുന്നു. അതോടൊപ്പം തന്നെ വർഷാവർഷം ഓടകളിൽ നിന്നും മാലിന്യവും മണ്ണും നീക്കം ചെയ്യാത്തത് മൂലം ഇത് അടിഞ്ഞുകൂടി ഇപ്പോൾ വെള്ളത്തിന് ഒഴുകി പോകാൻ സ്ഥലമില്ല. അപ്പോൾ ഈ വെള്ളം മുഴുവനും വീടുകളിലേക്ക് ഒഴുകും. ഒരു അപകടം കൂടെ ഉള്ളത്, ഹോസ്പിറ്റൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള, ഹോട്ടൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള, ഡ്രെയിനേജ് വേസ്റ്റ് ഉൾപ്പെടെയുള്ളവർ ഈ വെള്ളത്തിലൂടെ ഒഴുകി വന്നും വീടിനകത്തേക്ക് പ്രവേശിക്കുന്നു. വെള്ളം ഇറങ്ങിയാലും ഇവിടുത്തെ ഈ അണുക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകും. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ കെടുകാര്യസ്ഥത, ഈ യാതൊരു ഭരണപരിചയവും ഇല്ലാതെ അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായിട്ടുള്ള ഭരണാധികാരികൾ ഭരിക്കുന്നത് കൊണ്ട്, ഒരു കൗതുകത്തോടെ ഭരണത്തെ നോക്കിക്കാണുന്നവർ, ഗൗരവമായിട്ടുള്ള കൗതുകം നോക്കിക്കാണുന്നവർ ഭരിക്കുന്നത് കൊണ്ട് നഗരം തന്നെ വരാൻ പോകുന്ന മഴക്കാലങ്ങളിൽ വ്യാപകമായ പകർച്ചവ്യാധിയുടെ പിടിയിലമരുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങ് ചോദിച്ച ഒരു സമരത്തിൻ്റെ കാര്യം, ഇത്രയും ശക്തമായിട്ട് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, ഇന്ത്യയിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും
സമരം നടത്തിയിട്ടില്ല. അനധികൃത നിയമനത്തിന് വേണ്ടി പെർമിഷൻ ചോദിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ ശക്തമായിട്ട് സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 4 ദിവസം മുമ്പും സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചിട്ട് ഞങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിലെ CPM നേതാക്കന്മാർ അനധികൃതമായി കെട്ടിയുയർത്തിയ കടകൾക്കെതിരെ ഉള്ള സ്പെഷ്യൽ കൗൺസിൽ യോഗം ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ഏറെക്കുറെ വെള്ളമൊഴി പോകേണ്ട ആറുകളുടെയും തോടുകളുടെയും ഒക്കെ തന്നെ അരികിൽ CPM നേതാക്കന്മാർ നിർമ്മിച്ച താൽക്കാലിക ഷെഡുകളും കടകളുമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഈ സ്ഥലത്ത്. അപ്പം ഇതിലേക്കൂടെ വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ല. ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ CPMൻ്റെ വലിയ പോരാട്ടത്തിലാണ്. പിന്നെ ഒരു സാഹചര്യം ഏതൊരു സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങളുടെ കൗൺസിലർമാർ 56 ദിവസം വാർഡുകളിൽ എത്താതെ കോർപ്പറേഷനിൽ തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ജനങ്ങൾ കോർപ്പറേഷനിൽ വരുമ്പോഴേക്കും അവരുടെ ഡേ ടു ഡേ കാര്യത്തിന് പോലീസൊക്കെ വളരെ ക്രൂരമായ പോലീസ് ഉദ്യോഗസ്ഥരും ലാത്തി ചാർജും പല ആൾക്കാരും വന്നിട്ട് സാധാരണക്കാർ തന്നെ ഓടി വീഴുക. അപ്പോൾ തുടർച്ചയായിട്ട് 2 മാസമൊക്കെ കോർപ്പറേഷനിലെ കാര്യങ്ങൾ ചെയ്യാൻ, അപ്പോൾ ഇതൊരു സൗകര്യമായിട്ട് എടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒന്നും ജോലി ചെയ്യാത്ത ഒരവസ്ഥയിൽ വന്നു. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് 2-2.5 മാസത്തിൽ അപ്പുറം തുടർച്ചയായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റാതെ വന്നപ്പോഴേക്കും ഉള്ളൊരു ബുദ്ധിമുട്ട് നഗരത്തിന് പൊതുവെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കോർപ്പറേഷൻ്റെ മുന്നിൽ സംഘടിച്ചുകൊണ്ടുള്ള ദൈനംദിന സമരത്തിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വരുത്തുകയും, എന്നാൽ സമരം CPMനെതിരെ LDFനെതിരെ വാർഡുകളിലായാലും കോർപ്പറേഷനുള്ളിലായാലും ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ്. പിന്നെ CPMൻ്റെ ഒരു ജില്ലാതലത്തിലുള്ളൊരു നേതാവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അതുതന്നെ തെറ്റ് അഡ്മിറ്റ് ചെയ്യുന്നതാണ്. 2 മന്ത്രിമാർക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി 2 ദിവസം, 2 ആഴ്ചക്കിടെ 2 ദിവസം 2 തദ്ദേശ സ്വയംഭരണ മന്ത്രിമാർക്ക്, തദ്ദേശ സ്വയംഭരണ മന്ത്രി ഉൾപ്പെടെ, തിരുവനന്തപുരത്തിൻ്റെ ചാർജുള്ള മന്ത്രി ഉൾപ്പെടെ 2 ദിവസം മണിക്കൂറോളം എല്ലാ പാർട്ടികളുമായിട്ട് ചർച്ച നടത്തേണ്ടി വന്നു. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. തെറ്റ് സംഭവിച്ചില്ലെങ്കിലും തന്നെ അവരതിന് തയ്യാറായത്. അതിന് മുമ്പ് ഒരു സമരം നടത്തി. ജനങ്ങളുടെ വീട്ടുകരം പിരിച്ചു കൊണ്ടുവന്നിട്ട് ആ കരം തിരിച്ചടക്കില്ല, കരം കോർപ്പറേഷനിൽ അടക്കില്ല. അങ്ങനെ വന്നപ്പോഴേക്കും അടുത്ത വർഷം കരം അടയ്ക്കാൻ ചെന്നപ്പോൾ കഴിഞ്ഞ വർഷം കൊടുത്ത പണമില്ല. ഞങ്ങൾ നടത്തിയ 30 ദിവസം നീണ്ടു നിർത്തിയ സമരം, 20 വനിതകൾ ഉൾപ്പെടെ 8 ദിവസം അതിൽ ഉപവാസമായിരുന്നു. ആ സമരത്തിൻ്റെ ഒടുവിൽ അവർക്ക് ഇതിൽ CPMൻ്റെ യൂണിയൻ നേതാവായിട്ടുള്ള ശാന്തി എന്ന പേരുള്ള ഒരു പ്രതിയെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു, അറസ്റ്റ് ചെയ്യേണ്ടി വന്നു, റിമാൻഡ് ചെയ്യേണ്ടി വന്നു. ഇത് BJPയുടെ പോരാട്ടം കൊണ്ടാണ്, അഴിമതിക്കെതിരെയുള്ള നിലയ്ക്കാത്ത പോരാട്ടം കൊണ്ടാണ് അത് സാധ്യമായത്. ഇനിയുണ്ട് പട്ടികജാതി ഫണ്ട് കോടിക്കണക്കിന് രൂപ വെട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ പുറകിലാണ്. അതോടൊപ്പം തന്നെ കടലാസ് സംഘടനയുടെ പേരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് സഹകരണ സംഘങ്ങളുടെ പേരിൽ ലോൺ തട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ. ഇവിടെ മാറി മാറി വന്ന എല്ലാ മേയർമാരും മാലിന്യ പ്രശ്നത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട്. മാലിന്യ പ്രശ്നം പരിഹരിച്ചോ? തെരുവ് നായ്ക്കളെ വന്ധ്യീകരിക്കുന്നതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ വന്ധ്യീകരിച്ച തെരുവ് നായ്ക്കളൊക്കെ ഇപ്പോൾ അതിനേക്കാൾ കൂടുതലാണ് പ്രസവിക്കുന്നത്. മുമ്പ് പ്രസവിച്ചിട്ടതിനേക്കാൾ ഇരട്ടിയാണ് പ്രസവിക്കുന്നത്. എന്ത് വന്ധ്യീകരണം അവർ നടത്തിയത്? അപ്പോൾ കുത്തഴിഞ്ഞ ഒരു നഗരസഭാ ഭരണം കേരളത്തെ തന്നെ പുറകോട്ടടിക്കുകയാണ്. കാരണം ഇത് സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. അതെ, ഭരണസ്ഥിര കേന്ദ്രമായ തിരുവനന്തപുരത്തിൻ്റെ റോഡുകൾ, അതായത് പോക്കറ്റ് റോഡുകളെല്ലാം മോശമാണ്. ഏറ്റവും ദയനീയമായ റോഡുകളാണ് ഈ കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളും കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാത്തത്? അതായത് 1000 കോടി രൂപ 2015 സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ബഹുമാനപ്പെട്ട ശ്രീ വെങ്കയ്യ നായിഡുജി കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ചാണ്. 2015-16 കാലഘട്ടത്തിൽ 1000 കോടി രൂപ. ഇത് ലഭിച്ച പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതിനേക്കാൾ നേരത്തെ തന്നെ ആ പണം ചെലവഴിച്ചുകൊണ്ട് അവിടെയൊക്കെ തന്നെ സിറ്റി മനോഹരമാക്കി. ഇവിടെ ഇത്രയും കാലം 6-7 തവണ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ്, എന്നിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ സമരത്തിലാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ലാത്തി ചാർജ് സംഘർഷവും നടത്തിയുള്ള സമരത്തിന് ഞങ്ങൾ ഒരു പരിധി വരെ സ്കൂളും കോളേജും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ സമരം ചെയ്ത് കുട്ടികളുടെ യാത്ര മുടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പരിമിതമായേ കടക്കുന്നുള്ളൂ. പക്ഷേ കോർപ്പറേഷനുള്ളിൽ ഞങ്ങൾ ശക്തമായുള്ള സമരത്തിലാണ്. കോർപ്പറേഷൻ കൗൺസിൽ കഴിയുമ്പോൾ ഓരോ ദിവസമുള്ള പത്രങ്ങൾ എടുത്ത് നോക്കൂ. ഇത് പ്രശ്നം എന്താ സംഭവിച്ചത്? ഏറെക്കുറെ ഒരു നല്ല ഭരണാധികാരി, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരി അല്ല എന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി, അവിടെ ഒരു വലിയ പ്രവൃത്തി, ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ ഏൽപ്പിക്കും. നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ അതിൻ്റെ വർക്ക് എത്ര പെട്ടെന്നാണ് അത് പൂർത്തിയാക്കിയത്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവണം, അവർക്ക് എഫിഷ്യൻസി ഉണ്ടാകണം. ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ പേരിലുള്ള വർക്കുകൾ ഏൽപ്പിച്ചിരിക്കുന്ന കോൺട്രാക്ടർമാരുടെ പശ്ചാത്തലം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. പലരും ഒരു പെട്ടിക്കട പോലും, ഒരു പാലം പോലും ഇന്ന് വരെയും പണിഞ്ഞിട്ടില്ലാത്തവർക്കാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എക്യുപ്മെൻറ്റ്സ് ഇല്ല,
അവർക്ക് സ്കിൽഡ് ലേബേഴ്സ് ഇല്ല, അവർക്ക് സമയബന്ധമായി പണി തീർക്കുവാനുള്ള ഒരു മെക്കാനിസവും ഇല്ല, സഫീഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഇല്ല, എക്സ്പീരിയൻസ്ഡ് ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ റോഡ് 4 മുഖവും കുത്തിപ്പൊളിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് ഭരണാധികാരികൾക്ക് CPM ഉണ്ടാകുന്ന മെച്ചം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അതിനേക്കാൾ 10 മടങ്ങ് കമ്മീഷൻ ലഭിക്കും. പക്ഷേ പണം വേസ്റ്റാകുന്നു, നഗരത്തിലെ ജനങ്ങളുടെ ജീവിതം താറുമാറായിരിക്കുന്നു. നമുക്കറിയാം തിരുവനന്തപുരം പോലുള്ള ഒരു വലിയൊരു സിറ്റി, ഈ സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ളൊരു ഭരണം നടക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് ലെവൽ തന്നെ ഉയർത്തി കാണിക്കേണ്ട ഒരു സംഭവമാണെന്നറിയാം. എന്നിട്ട് പോലും അത്തരത്തിലേക്ക് ഇപ്പം താങ്കൾ പറഞ്ഞൊക്കെ ശരിയാണ്, സമരം ചെയ്യുന്നെങ്കിൽ പോലും വലിയ നേതാക്കന്മാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയൊരു സമരത്തിലേക്ക് എന്തുകൊണ്ടാണ് BJP പോകാത്തത്? BJP എല്ലാവരും ആരാണ് സമരം ചെയ്തത്? അല്ല, BJP പ്രതിപക്ഷ കക്ഷി എന്നുള്ള രീതിയിൽ അല്ല, BJP അല്ലേ സമരം ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ 2 സമരം, ഞാൻ നേരത്തെ പറഞ്ഞ 2 സമരവും നടത്തിയതിൻ്റെ പേരിലാണല്ലോ താങ്കൾ ചോദിക്കുന്നത്. ഈ 2 സമരം BJP അല്ലാതെ BJP പ്രതിപക്ഷമായതിന് മുൻപ് 40 വർഷം കോൺഗ്രസ് ആയിരുന്നല്ലോ പ്രതിപക്ഷത്തും കുറച്ചു നേരം ഭരണത്തും ഒക്കെ. അവരെന്തെങ്കിലും ചെയ്താൽ ഞങ്ങളാണ് സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിൽ, പ്രത്യേകിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിടെ രജിസ്റ്റർ ചെയ്ത BJP കൗൺസിലർമാർക്കെതിരെയും BJP നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളുടെ ഒരു വിവരാവകാശം അനുസരിച്ച് താങ്കൾ എടുത്തു നോക്കണം. മിനിമം 280 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സമരം ചെയ്തിട്ടാണ്. ഞങ്ങൾ 56 ദിവസം സമരം ചെയ്തപ്പോഴേക്കും 140 കേസുകൾ എടുത്തിട്ടുണ്ട്. ഞാനിത് 2 വർഷത്തിൻ്റെക്കുള്ളതാണ് പറഞ്ഞത്. അതിന് മുമ്പുള്ളത് ഒരു 500-ൽ കൂടുതൽ കേസുകൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സമരം ചെയ്തതിൽ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും എതിരെ എടുത്തിട്ടുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നോൺ ബെയിലബിൾ കേസുകൾ തന്നെ ഒരു 40-50 കേസുകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ടല്ലേ കോർപ്പറേഷനിൽ. പിന്നെ എല്ലാ ദിവസവും കൂലിപ്പണിക്കാരായ പ്രവർത്തകരെയും കൂട്ടി റോഡിൽ വന്ന് പോലീസുമായിട്ടൊരു സംഘർഷ സീനുണ്ടാകുന്ന സമരങ്ങളായിരിക്കും മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ജനാധിപത്യത്തിൽ എല്ലാ ദിവസവും സാധ്യമൊന്നുമില്ല. കേരളം ഏറ്റവും സാമ്പത്തികമായി ഏറ്റവും മോശാവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വലിയ തോതിലുള്ള ആഘോഷയാത്ര നടത്തുന്നത്, വലിയ തേരിലേറിയുള്ള ഒരു ആഘോഷയാത്ര നടത്തുന്നത്. എന്തുകൊണ്ടാണ് BJP അതിനെ അതിശക്തമായ രീതിയിലൊന്നും എതിർക്കുന്നില്ല? ഏതൊക്കെ രീതിയിൽ പ്രസ്താവനകളൊക്കെ എതിർത്തുന്നല്ലാതെ അതിനെതിരെ ഒരു പ്രകടമായൊരു സമരമോ അല്ലെങ്കിൽ പ്രകടമായൊരു എന്തെങ്കിലും ചെറുത്തുനിൽപ്പൊന്നും നടത്താത്തതുകൊണ്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ജാഥ കയറിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം കല്ലമ്പലത്ത് ഞങ്ങളുടെ പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത് തുടങ്ങിയ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശക്തമായിട്ട് ഈ കാര്യത്തെ അപലപിച്ചിരുന്നു, ഈ കാര്യത്തിനെ വിമർശിച്ചിരുന്നു. ഞങ്ങൾ ഓരോ സ്ഥലത്തും ഞങ്ങളുടെ ചർച്ചകളിലും ഞങ്ങളുടെ പ്രസ്താവനകളിലും കൊടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് സമരരംഗത്ത് വരുന്നുണ്ട്. ഈ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ മാസം വലിയ രീതിയിലുള്ള കേരളീയം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ദൂർത്ത് അരങ്ങേറിയത്. തിരുവനന്തപുരം ജില്ലയുടെ BJPയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ അതിനെ വലിയ രീതിയിലൊന്നും എതിർത്തായി കണ്ടില്ല. ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ആദ്യത്തെ ദിവസം തന്നെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ജനപ്രതിനിധികളുടെ കൗൺസിലർമാരുടെ മാർച്ച് നടത്തി ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. എൻ്റെ പേരിൽ ക്രിമിനൽ കേസുണ്ടോ? കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ നവംബർ 1-ാം തീയതി രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിൻ്റെ കൻ്റോൺമെൻറ്റ് ഗേറ്റിൻ്റെ മുൻപിൽ ജനപ്രതിനിധികൾ നടത്തിയ മാർച്ച് അഡ്രസ്സ് ചെയ്യൽ എൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്, അതിന് ശേഷവും നടത്തിയിട്ടുണ്ട്. ഓക്കെ, സമരം നടത്തിയിട്ടുണ്ട്, ശരിയാണ്, പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ സമരം, പക്ഷേ ഒരു ഗവൺമെൻറ് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥ സംവിധാനത്തെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ വേണ്ടി ഒരു ഗവൺമെൻറ് പണം ഉപയോഗിച്ചുകൊണ്ട് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു ഗവൺമെൻറ് ഞങ്ങൾക്ക് പ്രതികരിക്കാനല്ലേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും, ഞങ്ങൾക്ക് നടത്തരുത് എന്ന് എങ്ങനെ തടയാൻ സാധിക്കും? ഒന്നിൽ കോടതിയോട് ഞങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശാർക്കര ക്ഷേത്രം, കടയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ട്, ദേവസ്വം ബോർഡ് ഗ്രൗണ്ട് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നുള്ള നിയമമുണ്ട്. ചെറിയ കേസ് കൊടുത്തിരുന്ന പാർട്ടിയുടെ ഞങ്ങളുടെ മണ്ഡല നേതാക്കന്മാരാണ്. വിധി വാങ്ങിച്ചിരിക്കുന്നത് BJPയുടെ മണ്ഡല നേതാക്കന്മാർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഉൾപ്പെടെ ആയിട്ട് ചർച്ച ചെയ്താണ് കേസ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, സമരങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മാൻഡേറ്റ് കിട്ടിയ ഗവൺമെൻറ്, പിണറായി വിജയനെ പോലെ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരി, എല്ലാ സുഖങ്ങളും ലോകത്തുള്ളത് അനുഭവിക്കേണ്ട ആളാണ് ഞാൻ എന്നുള്ള ഒരു ചിന്താഗതി വരികയും അണികളൊക്കെ തന്നെ നട്ടല് പണയം വെച്ച് അതിന് കൂടെ നിൽക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അന്ത്യം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ആ ചെയ്യുന്നതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കും. പിണറായി വിജയൻ പറയുന്നത് ഞാൻ രാജാവല്ല ദാസനാണെന്നാണ്. അതെ, അത് ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട്. ദാസക്രിയ, ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള ദാസ പ്രക്രിയകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയ ഒരവസ്ഥ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ആക്രോശവും അദ്ദേഹത്തിൻ്റെ ഈ മറ്റുള്ളവരോട് കാണിക്കുന്ന ഈ അവജ്ഞയും പുച്ഛവും ധാർഷ്ട്യവും, ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ EK നയനാർ, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ,
സഖാവ് VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ, EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ, ജ്യോതി ബാസു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നല്ലോ, ബസുദേവ് ഭട്ടാചാര്യായ ഉൾപ്പെടെ ഇവിടെ നമ്മുടെ ത്രിപുരയിൽ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്രത്തോളം ജനങ്ങളിൽ നിന്ന് അകന്ന്, ജനങ്ങളെ ഭയന്ന്, മാനസിക താറുമാറായിട്ട് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർന്ന പശ്ചിമ ബംഗാൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ, പശ്ചിമ ബംഗാളിൽ ഭീകരമായ അഴിമതിയും കാര്യങ്ങളൊക്കെ തകർന്നതായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ, ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ അവസാനത്തോടെ ആയിരിക്കും പ്രസ്ഥാനം തകരുന്നത്. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ആ ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ സമയത്താണ് ഈ നവകേരള യാത്ര നടക്കുകയും മുഖ്യമന്ത്രിക്ക് നവകേരള യാത്രയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുകയും അവരെ പോലീസിനെയും അതുപോലെ തന്നെ DYFI ഉപയോഗിച്ച് ഭീകരമായി തകർക്കുകയൊക്കെ ചെയ്യുന്ന ഇതേ സമയത്താണ് ഗവർണർ കോഴിക്കോട് പോയതിന്, മിഠായി തെരുവിൽ പോയതിനൊക്കെ കോപ്രായം കാണിച്ചു എന്നും അതുപോലെ തന്നെ ഗവർണർ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നു എന്നും ഈ സംഘപരിവാർ ശക്തികളുടെ അജണ്ടയാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുകൊണ്ട് വലിയൊരു ആരോപണം ഇപ്പുറത്ത് ഉന്നയിക്കുന്നത്. എങ്ങനെ അതിനെ കാണുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് തന്നിൽ അർപ്പിതമായിട്ടുള്ള മിനിമം അധികാരം പ്രയോഗിക്കുന്ന ഗവർണറിൽ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടൊരു ഗവർണർ പ്രവർത്തിക്കാൻ വേണ്ടിയല്ലേ ഭരണഘടന പതിവ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ട മേൽ, പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ആകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന അപജയങ്ങൾക്കെതിരെയാണ്. അതായത് ഇപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, നമ്മുടെ മലയാളിയായിട്ടുള്ള തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടറാണ് US ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്, പിള്ള സാർ. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള സോമനാഥ് സാറാണ് ISROയുടെ ചെയർമാൻ. അപ്പോൾ ഇത്രയും നല്ല, ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞു, ഇനി ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത്രയും നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ജനതയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നടിയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള പരിണതപ്രജ്ഞനായ ഒരു ഭരണാധികാരിക്ക് എങ്ങനെയാണ് കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുന്നത്? അദ്ദേഹം ഈ കടലാസ് പുലികളെയും CPMൻ്റെയും SFIയുടെയും ഉമ്മാക്കിയൊന്നും കണ്ട് ഭയക്കില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ശരിയെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. പിന്നെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കാണെന്ന് ഓരോ നിമിഷം പുറത്തു വരികയല്ലേ. മുഖ്യമന്ത്രി കാസർഗോഡ് മുതൽ മുഖ്യമന്ത്രി ജനിച്ച് വളർന്ന സംസ്ഥാനത്ത് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ 1500, 2500, 2000 പോലീസിൻ്റെ അകമ്പടിയും മുഖ്യമന്ത്രിയുടെ ഗൺമാനും തോക്കും ലാത്തിയുമൊക്കെ ആയിട്ടില്ലാതെ മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്നുണ്ടോ? ഉത്തർപ്രദേശിൽ ജനിച്ച ഗവർണർ കേരളത്തിൽ വന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരിക്കുകയല്ലേ? അത് നിലപാടുകളാണ്. അപ്പോൾ ആ നിലപാടുകൾക്കാണ് കൂടുതൽ അംഗീകാരം. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഇതുപോലെ ഇറങ്ങി മിഠായി തെരുവിൽ പോയി ഈ പദയാത്രയുടെ ഇടയ്ക്ക് എന്ത് നടക്കാത്തത്? ഗവർണർ പറഞ്ഞല്ലോ, എനിക്ക് ജനങ്ങളുടെ സുരക്ഷയുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 7 വർഷമായി ഏതെങ്കിലും ഒരു പരിപാടിക്ക് സംസ്ഥാന മുഖ്യമന്ത്രി ഇത്തരത്തിൽ അദ്ദേഹം ജനിച്ച് വളർന്ന കേരളത്തിൽ, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയ കേരളത്തിൽ അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. അല്ല, ഈ മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു, ഈ സംഘപരിവാർ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഗവർണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ സംഘപരിവാർ ശക്തികളെന്ന് ഉദ്ദേശിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ആണെങ്കിൽ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വളർന്നു വന്ന് സംഘത്തിൻ്റെ പ്രചാരകനായിരുന്ന വ്യക്തിയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ഞങ്ങൾ പല ചാനൽ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളൂ, ഒരു 60% മന്ത്രിമാരും നിരവധി മുഖ്യമന്ത്രിമാരും 100 കണക്കിന് MLAമാരും നിരവധി MP മാരുമൊക്കെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ആ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്നവരുമാണ്. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളരെ വലിയൊരു സ്വീകാര്യതയുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എല്ലാ മേഖലകളിലും. അപ്പോൾ അങ്ങനെയുള്ള ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രം ഉള്ളിലുള്ള ആൾക്കാർ എല്ലാ മേഖലകളിലും വരുന്ന ഗുണം ചെയ്യും, സമൂഹത്തിന് ഗുണം ചെയ്യും. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രിക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ കിട്ടുന്ന സ്വീകാര്യതയെക്കുറിച്ച് നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. പാകിസ്ഥാനിലെ ഒരു പെൺകുട്ടി എന്താ പറഞ്ഞത്? ഞാൻ ഇന്ത്യയുടെ ദേശീയ പതാക പറപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ വാഹനത്തിൽ യുക്രൈനിൽ എനിക്കിവിടെ എത്താൻ സാധിച്ചത്. ഇവിടെ യുക്രൈനിൽ യുദ്ധം നടന്നപ്പോഴേക്കും ആര് പറഞ്ഞാലും പുടിൻ കേൾക്കാൻ സാധ്യതയില്ല. മോദി പറഞ്ഞാൽ ഒന്ന് ശ്രമിച്ചേക്കും.
എന്ന് പറയുന്നു. ഈ മോദിക്ക് സംഘടനാ വിദ്യാഭ്യാസവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും നൽകിയത് തുടക്കത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിനുശേഷം BJPയുമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ലാളിത്യവും വിനയവും അദ്ദേഹത്തിൻ്റെ വിൽ പവറും ഒക്കെ തുടക്ക സമയത്ത് കൊടുത്തത് ഈ സംഘടനകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘടനകളിലൂടെ വളർന്നു വരുന്ന പ്രവർത്തകർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നുള്ളൊരു പൊതു സ്വീകാര്യതയുള്ള തത്വമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർ ഏത് ഘടകത്തിൽ വന്നാലും അത് നാടിന് ഗുണം ചെയ്യുന്നുള്ളതിനാണ് എൻ്റെ അഭിപ്രായം. ഈ സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായ ആളുകളെ നിയമിക്കുന്നതിൽ പലതരത്തിലുള്ള മാനദണ്ഡങ്ങളും അട്ടിമറിച്ചാണ് ഗവർണർ ഈ ലിസ്റ്റ് കൊടുത്തതെന്നും BJP ഓഫീസിൽ നിന്ന് കിട്ടിയ ലിസ്റ്റാണ് ഗവർണർ സെനറ്റിൽ നിയമനത്തിന് വേണ്ടി ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞു. താങ്കളാണ് ആ ലിസ്റ്റ് കൊടുത്തത്? അതായത് സെനറ്റിലോട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ അവർ ക്വാളിഫൈഡ് ആണോ അല്ലയോ, നിയമപരമായി യോഗ്യരാണോ അയോഗ്യരാണോ, ഇതാണല്ലോ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ അദ്ദേഹം ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരുദ്ധ അഭിപ്രായമോ തെളിവോ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഉയർത്തി കാണിക്കാം. അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു വിവരവും, അതായത് ഇത്തരത്തിൽ അയോഗ്യരാണെന്നോ നിയമവിരുദ്ധമാണെന്നോ ഒരു വാലിഡ് കാര്യങ്ങളും വന്നിട്ടില്ല. പിന്നെ CPM എന്തെങ്കിലും പറഞ്ഞ് പ്രതികരിക്കണ്ടേ? ഇതൊക്കെ ചായ കോപ്പയിലെ കൊടുങ്കാറ്റ് അതിലേക്ക് തീരുന്നതല്ല. CPM എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഈ ഗവർണർ എല്ലാ വർഷവും ഇതുപോലെ സർക്കാർ ഏറ്റുമുട്ടുകയും അവസാനം നയപ്രഖ്യാപന പ്രസംഗത്തിനൊക്കെ അടുക്കുന്ന സമയത്ത് പോയി ഇവർ തമ്മിൽ ചായ കുടിച്ച് കോംപ്രമൈസ് രീതി കാണുന്നത്. അപ്പോൾ ഇതിന് കോൺഗ്രസ്സുകാർ പറയുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി BJPയും അതുപോലെ തന്നെ CPMഉം തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഈ നാടകം എന്നാണ് പറയുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിക്കപ്പെടുന്ന യോഗത്തിലിരുന്ന ആളാണ് സീതാറാം യെച്ചൂരി. ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് കോൺഗ്രസ്സുകാരനെ പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് എന്ത് യോഗ്യത എന്ന് പറയാൻ വേണ്ടി ആദ്യം കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിന്നും ഘടകത്തിൽ നിന്ന് ഒരു പുറത്തു വെച്ച് സംസാരിക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് മറുപടി പറയാം. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും അതുപോലെ തന്നെ ഈ പിണറായി വിജയനൊക്കെ തമ്മിൽ വലിയ അന്തർധാരയുണ്ട് എന്നുള്ള വ്യാപകമായി പ്രചരണമുണ്ട്. അതെനിക്കറിയില്ല, പറഞ്ഞതുകൊണ്ട് ചോദിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മറുപടി അർഹിക്കുന്നില്ല. ഈ വരുന്ന ഇലക്ഷനിൽ താങ്കൾ മത്സരിക്കുമോ? ഇല്ല, തിരുവനന്തപുരത്ത് ഇല്ല. ഞാൻ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഓക്കെ. അപ്പം കുമ്മനം രാജശേഖരൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി? അദ്ദേഹവും സ്ഥാനാർത്ഥിയെ ആകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. തെരഞ്ഞെടുപ്പിന് അധികാരം ഇല്ല, അതുകൊണ്ട് ചോദിച്ചത്. പറയേണ്ടത് കേന്ദ്ര പാർലമെന്ററി ബോർഡാണ്. ഓക്കെ. ഇത്രയും തിരക്കിനിടയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി സമയം തന്നിൽ വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.